ശ്രീത്ത്, കോൺഗ്രസിലെ പുതുമുഖങ്ങളുടെ നിരയിലെ ഒരു പ്രധാന മുഖമാണ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ മകൻ. ഏറെ പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവാണ്. പക്ഷേ വേണ്ട തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്പേസ് കൊടുക്കാതെ മാറ്റി നിർത്തുകയാണ്. പുതുനിരയാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത്. കോൺഗ്രസിൽ എപ്പോഴും ഈ കടൽക്കിഴവന്മാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും അവർക്ക് ആയുസ് കുറയുകയാണെങ്കിലും ആർത്തി അവസാനിക്കാത്തവരാണ് കോൺഗ്രസിലുള്ളവർ. അപ്പോൾ ഈ ചാണ്ടി ഉമ്മനെ പോലുള്ള യുവനിരയെ എന്തുകൊണ്ടാണ് ഇവർ അകറ്റി നിർത്തുന്നത്? അതല്ലേ ഇപ്പൊ കാണുന്നത്. തീർച്ചയായും അതിനെതിരെ അദ്ദേഹം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അവഗണിച്ചതായി ചാണ്ടി ഉമ്മൻ തന്നെ മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ വലിയ വിവാദം ആയിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിൻ്റെ മകനെ ഇത്രത്തോളം അവഗണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കേരള സമൂഹം അതിനെ വളരെ ഗൗരവപൂർവ്വം നോക്കിക്കാണും, പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ. കാരണം ഉമ്മൻചാണ്ടി അത്രത്തോളം ജനകീയനായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന നേതാവ് രൂപപ്പെട്ടത് തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അറിയാം, അദ്ദേഹം എവിടെ എത്തിയാലും ഒരു ആൾക്കൂട്ടവുമായിരിക്കും അദ്ദേഹം വരുന്നത്. അതിന് സമാനമായ ഒരു സ്വഭാവം തന്നെയാണ് ഈ ചാണ്ടി ഉമ്മനുമുള്ളത്. എവിടെയും ജനങ്ങൾക്കിടയിൽ നിൽക്കുക, അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിക്ക് സമാനമായ രീതിയിൽ പെരുമാറുക, ആ രീതിയിലെല്ലാം അദ്ദേഹം വലിയ ജനകീയനായി. ആ ജനകീയതയായിരുന്നു നാം പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷം നടന്ന അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് LDF സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും, സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തിയിട്ടും ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം ഇരട്ടിയായതേ ഉള്ളൂ. ഇരട്ടിയിലധികം ഉയർന്ന ഉമ്മൻചാണ്ടിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് അതിനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ല നേതാവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നാം ഭാരത് ജോഡോ യാത്രയുമായെല്ലാം ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു. ചെരുപ്പിടാതെ അദ്ദേഹം ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ഒരു നേതാവായി അന്ന് പല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു നേതാവാണ്. അതിനുശേഷമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയത്തിന് പിന്നാലെ അദ്ദേഹം പാർട്ടിയിൽ കരുത്തനായി മാറുമെന്നായിരുന്നു നാം വിചാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അദ്ദേഹം തൻ്റെ ഈ രാഹുൽ ഗാന്ധിയുമായുള്ള നല്ല ബന്ധമായ ഭാരത് ജോഡോയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് രാഹുൽ ഗാന്ധിയുമായെല്ലാം നല്ല ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ നേതാവായി മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ ഒരിടത്തും കണ്ടിട്ടില്ല. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നത് ഒരു വിവാദത്തിലായിരുന്നു. കാരണം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ അവിടെ മരണപ്പെട്ട ഇടം സന്ദർശിക്കാൻ പോയപ്പോൾ അന്ന് ചാണ്ടി ഉമ്മൻ ഇല്ലാതിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള തർക്കം, രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മനും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായാണ് അന്ന് അദ്ദേഹം അവിടെ എത്തിയില്ല എന്ന ഒരു വാർത്തയെല്ലാം സാർ ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ആ വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു തുറന്ന പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. തന്നെ ആ പ്രദേശത്തേക്ക് തന്നെ അടുപ്പിച്ചില്ല, ഒരു ചുമതല നൽകില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷെ അദ്ദേഹം നല്ല ഒരു ജനകീയനായ നേതാവാണ്. നാം ആന്റണിയുടെ മകനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം തുടക്കത്തിൽ എന്തായാലും വലിയ ജനകീയനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് നാം കരുണാകരന്റെ മക്കളെ കുറിച്ച് പറയുമ്പോഴും മുരളീധരനും തുടക്കകാലത്ത് വലിയ ജനകീയനാകാൻ കഴിഞ്ഞില്ല. ആദ്യം അദ്ദേഹത്തെ ചുരുളി എന്നെല്ലാം പറഞ്ഞ് വലിയ വിമർശനവും ട്രോളുകളും എല്ലാം തുടക്കകാലത്ത് അദ്ദേഹത്തെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം വലിയ ജനകീയനായി മാറുന്നത്. തുടക്കത്തിൽ അദ്ദേഹം ഒരു കോമാളിയെ പോലെയായിരുന്നു. മറിച്ച് ആ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ച ഈ ആദ്യം ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയിരുന്നു. പിന്നീട് കരുണാകരന്റെ മകൾ പത്മജയും BJP-യിലേക്ക് പോയി. അപ്പോൾ ഉയർന്നു കേട്ട ഒരു ചർച്ചയായിരുന്നു ചാണ്ടി ഉമ്മൻ BJP-യിലേക്ക് വരുമെന്ന രീതിയിൽ. കാരണം 3 മുഖ്യമന്ത്രിമാരുടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മുഖ്യമന്ത്രിമാരുടെ മക്കൾ തങ്ങളുടെ പാർട്ടിയിൽ എത്തുമെന്ന് അന്ന് പല നേതാക്കളും ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിന് സമാനമായ ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുമായി തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മറുസൈഡിൽ വലയുമായി കാത്തിരിക്കുകയാണ് BJP. കാരണം BJP
അത് മറ്റൊരു തരത്തിലും കാണണം. കാരണം എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു കയറുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. കാരണം വലിയ രീതിയിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ നാം നോക്കുകയാണെങ്കിൽ അവിടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വലിയ പിന്തുണയുണ്ട് BJPക്ക്. അതിനാൽ തന്നെ ആ സമുദായങ്ങളെ ലക്ഷ്യമിട്ട് BJP കടന്നു കയറാൻ ശ്രമിക്കുന്നു. അത് നാം തമിഴ്നാട്ടിലും കാണുന്നതാണ്. അവിടെ തമിഴ്നാട്ടിൽ എന്തായാലും BJP ന്യൂനപക്ഷങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അവിടെ 80-75% ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് അവിടെ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങുക എന്ന ലക്ഷ്യവുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. മറിച്ച് കേരളത്തിൽ വരുമ്പോഴേക്കും 50% വോട്ടിരിക്കുന്നത് ന്യൂനപക്ഷത്തിന്റെ കയ്യിലാണ്. പ്രത്യേകിച്ച് അപ്പോഴേക്കും ഈ മുസ്ലിങ്ങളുടെ വോട്ട് നേടുക എന്നത് BJPക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറിച്ച് ക്രിസ്ത്യാനികളുടെ വോട്ട്, ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് നേടുക എന്നത് BJPക്ക് എളുപ്പമായാണ് അവർ കാണുന്നത്. കാരണം ഗോവയിൽ ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിലുണ്ട്. 50%-ലധികമുള്ള ഒരു സ്ഥലത്ത് BJP ഭരണത്തിലുണ്ട്. പിന്നീട് നാം കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോഴും മിസോറാമും മേഘാലയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഈ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJP കടന്നു കയറാൻ അവിടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ആ തന്ത്രങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി കേരളത്തിൽ അധികാരം നേടുക എന്ന ഹൈന്ദവ വോട്ട് നേടുകയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളുടെ വോട്ട് നേടുകയും രണ്ടുപേരുടെയും വോട്ട് ഒന്നിപ്പിച്ച് തങ്ങൾക്ക് അധികാരത്തിൽ എത്താമെന്ന തന്ത്രമായിരുന്നു BJP വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നത്. അതിന്റെ തുടക്കമെന്ന രീതിയിലാണ് പല ക്രിസ്ത്യൻ നേതാക്കളെയും BJPയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിപ്പോൾ അവർ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് PC ജോർജിനെ, അതോടൊപ്പം തന്നെ PC ജോർജ് ചിലപ്പോൾ പരാജയപ്പെട്ടു ഇനി അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന് നാം സംശയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കരുത്തനാണ് ഷോൺ ജോർജ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരായി മുനമ്പ വിഷയത്തിനെല്ലാം BJPയുടെ ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് ചുരുങ്ങിയ കാലയളവിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഷോൺ ജോർജിന്. പിന്നീട് അനിൽ ആന്റണിയെ BJPയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കുവാൻ BJP വലിയ ശ്രമം നടത്തുകയാണ്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ BJP ക്രിസ്ത്യാനികളെ നോട്ടമിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഉമ്മൻചാണ്ടി എന്ന വലിയ അധികായന്റെ മകനെ തന്നെ BJPയിലേക്ക് അവർ എത്തിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകും. പക്ഷെ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും. എല്ലാ കാലത്തും ഇപ്പോൾ പറയുന്നുണ്ട് ആന്റണിയുടെ മകൻ പോയാൽ ഒരു പ്രശ്നവുമില്ലെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കെ കരുണാകരന്റെ മകൾ പോയാലും പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ, പക്ഷെ ഇത് എത്ര നാൾ അവർ ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയും? അവിടെ നിന്നും വലിയ രീതിയിൽ നേതാക്കൾ ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജനങ്ങൾ അവസാനം ഇവരെ അംഗീകരിക്കേണ്ടി വരുമല്ലോ. BJP അവസാന ഘട്ടത്തിൽ എന്തായാലും അത് അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. പക്ഷെ ഇതിൽ ഏറ്റവും മറ്റൊരു കാര്യം, സന്ദീപ് വാര്യറിനെ പോലുള്ള ചില നേതാക്കളെ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. BJPയിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് വന്ന സന്ദീപ് വാര്യറിന് ഈ പുനഃസംഘടനയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കുമെന്നാണ് അവർ പറയുന്നത്. മറിച്ച് അവിടെ പല നേതാക്കൾക്കും ചുമതല നൽകാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ BJP വിട്ടുവന്ന മുസ്ലിം വിരോധം തന്നെ 24 മണിക്കൂർ അദ്ദേഹം പറയുന്നു, ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കുന്ന ഒരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ അതെല്ലാം മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പാണക്കാട് പോകുന്നു, അതോടൊപ്പം തന്നെ പല നേതാക്കളെയും കാണുന്നു. സമസ്ത ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് അദ്ദേഹം തന്റെ മതേതരത്വം തെളിയിക്കാനുള്ള കഴിവ് തെളിയിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് പല ഉന്നത നേതാക്കളും ഇതിൽ കലഹവുമായി മുന്നോട്ട് വരുന്നത്. എന്നാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ ഇത് കോൺഗ്രസിനെ നെഗറ്റീവായി ബാധിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം പ്രത്യേകിച്ച് മുനമ്പം വിഷയവും മറ്റ് മുസ്ലിം പ്രീണനവും എല്ലാം ചൂണ്ടിക്കാട്ടി ഈ ക്രൈസ്തവ സമൂഹം UDF-ഉമായി വലിയ രീതിയിൽ അകലുകുന്ന ഒരവസ്ഥ ഉണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നാം അത് കണ്ടതായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കേരള കോൺഗ്രസ് LDF-ൽ ഉള്ളതിനാൽ തന്നെ വലിയ തോതിൽ വോട്ട് സംഭരിക്കാൻ LDF-ന് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് മധ്യ തിരുവിതാംകൂറിലെ പല മണ്ഡലങ്ങളിലും LDF-ന് വലിയ വിജയം കൊയ്യാൻ കഴിഞ്ഞു. പല ക്രിസ്ത്യൻ MLA-മാരെയും LDF-ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ വോട്ട് സ്പ്ലിറ്റായി BJPയിലേക്ക് കൂടി എത്തുന്നത് കണ്ടു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നാം എന്തെല്ലാം പറഞ്ഞാലും തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ന്യൂനപക്ഷങ്ങൾ ഉള്ള മേഖലയിൽ വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കോവളത്തിലും ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് നാം നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ BJPക്ക് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിൽ. എന്തായാലും അത്തരമൊരു ലക്ഷ്യം ക്രിസ്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറാൻ
ചിലപ്പോൾ ചാണ്ടി ഉമ്മനെ പോലുള്ളവരെ BJP-യിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് BJP-ക്ക് ഗുണകരമാകുമെന്ന് അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ BJP-യുമായി കോൺഗ്രസുമായി തർക്കിച്ചു നിൽക്കുന്ന ചാണ്ടി ഉമ്മനെ BJP-യിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉറപ്പായി തന്നെ BJP നടപ്പിലാക്കുക തന്നെ ചെയ്യും. കാരണം അറിയാം, ഈ പാർട്ടിയുടെ സമ്മേളന കാലയളവിൽ പലരും CPM-വുമായി തർക്കിച്ചു നിൽക്കുന്നത് കണ്ടു. അവരുമായെല്ലാം കൃത്യമായി സംസാരിച്ച് അവരെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ BJP നടപ്പിലാക്കിയിരുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ചിരുന്നു. അതിന് സമാനമായി തന്നെ ഇനി കോൺഗ്രസിലേക്കും BJP-യുടെ തന്ത്രങ്ങൾ നീളാനാണ് സാധ്യത.